ബിഗ് ബോസ് താരവും ബി.ജെ.പി. നേതാവുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസറും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ വേദലക്ഷ്മിയും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച റോബിൻ കേവലം സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ടാണ് പാർട്ടിയിലെത്തിയതെന്ന ഗുരുതരമായ ആരോപണമാണ് വേദലക്ഷ്മി ഉയർത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ബി.ജെ.പി. പ്രവർത്തകരെയും നേതാക്കളെയും പറ്റി റോബിൻ നെഗറ്റീവായി സംസാരിക്കുന്നു എന്ന് ആരോപിക്കുന്ന ഒരു വാട്സ്ആപ്പ് വോയിസ് ക്ലിപ്പും വേദ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടു. എന്തുകൊണ്ട് ബി.ജെ.പിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും ABCD അറിയില്ല. മോദിയെ ഇഷ്ടമാണ്. ബി.ജെ.പിക്കാർ അങ്ങനെ പറയുന്നവരാണ്. സത്യം പറയാമല്ലോ, ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചോളൂ. എന്നോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനായേ ഞാൻ സംസാരിക്കൂ എന്ന രീതിയിലുള്ള സംഭാഷണമാണ് ഈ വോയിസ് ക്ലിപ്പിലുള്ളത്. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വേദലക്ഷ്മിക്കെതിരെ പരാതി നൽകി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ സ്റ്റേഷനിലെത്തി പരാതി കൈമാറിയ റോബിൻ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ നേരിട്ടെത്താൻ വേദലക്ഷ്മിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് സമൻസ് അയച്ചിട്ടുണ്ട്. റോബിന്റെ വെല്ലുവിളിക്കും പരാതിക്കും മറുപടിയായി വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു വീഡിയോ പങ്കുവച്ചു. റോബിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് വേദയുടെ മറുപടി. തിങ്കളാഴ്ച തനിക്ക് ജോലിയുണ്ടെന്നും റോബിനെ പോലെ താൻ വെറുതെ ഇരിക്കുകയല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലേക്ക് വരാനെന്നും ധരിപ്പിക്കേണ്ടവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും വേദലക്ഷ്മി കൂട്ടിച്ചേർത്തു. ജോലിയെല്ലാം കഴിഞ്ഞ് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിന് മുന്നിൽ പറഞ്ഞുകൊള്ളാം. ഒരു ചെറിയ ഓലപ്പടക്കം കണ്ടപ്പോഴാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുമുള്ള തൃശൂർ പൂരം തുടങ്ങുമ്പോൾ എന്താകും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യൂ. വളച്ചൊടിക്കുന്ന സ്റ്റോറീസ് പോസ്റ്റ് ചെയ്തോ ബന്ധങ്ങൾ വെച്ചോ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ. ഇത് വെല്ലുവിളിക്കുകയാണെന്ന് തന്നെ വെച്ചോളൂ. നീ എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് ഞാൻ തുടങ്ങും. നീ എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്ന് നീ രക്ഷപ്പെടാൻ പാടില്ല. ഒരു കാര്യം വിട്ടുപോയി, ആളുകളുടെ കയ്യിൽ നിന്നും മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്നിട്ട് സംസാരിക്കൂ എന്നാണ് വേദലക്ഷ്മിയുടെ വാക്കുകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.